എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. वीर शहीद भगत सिंह जब जेल में थे, मुकदमा चल रहा था। എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. क्या कोई कांग्रेसी परिवार का व्यक्ति शहीद वीर भगत सिंह को मिलने गया था? ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല, പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. താങ്കൾക്കത് വിവർത്തനം ചെയ്യാം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പോ ഷാനി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം, ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയറേറ്റുവാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ് താഴെ വീണ ആ ഭഗത് സിംഗിനെ ഏത് നേതാവാണ് ചോദിച്ചത്? ഇത് ഷാനിയെ കൊണ്ട് കേൾപ്പിക്കാൻ ദയവായി മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്താ പറയാ? ദയവായി മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ദയവായി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് നമുക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ് സന്ദർശിച്ചിരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ലാലു പ്രസാദ് യാദവിനെ, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് ദയവായി. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി, ഇത് ചെറിയ കളിയല്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ വീരചരമം പ്രാപിച്ചപ്പോ ആ ചരമം പ്രാപിച്ചതിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ. ചരിത്രകാരനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ചർച്ചയിൽ. ഷഹീദ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആ വാക്കിന്റെ അർത്ഥം എന്താ ഷാനി? പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് ആ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പരാമർശത്തിനിടയാക്കിയ സാഹചര്യവും അതിനുള്ള വ്യക്തതയും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞു. പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പഠിച്ചിട്ട് വന്നിരിക്കണം. ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്, നാവ്. അതിന്റെ ബലത്തില് ഇവന്മാരെല്ലാരും വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദയവായി നമുക്ക് അത്രയും അപഹാസ്യമായ തരത്തിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒന്നും പറയണ്ട, ആ പഴമെടുത്ത് വിഴുങ്ങി അവിടെ ഇരുന്നോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.